ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് ഹോളിഡേ ആയിരുന്നു. അതേസമയം ഏഷ്യയിൽ ഇന്നലെ ഓപ്പൺ ആയിരുന്ന എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ വോളറ്റൈലായിരുന്നു അമേരിക്കൻ മാർക്കറ്റുകൾ. ഡൗ ജോൺസ് ഇൻഡെക്സ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളിയാഴ്ചയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്കും വെള്ളിയാഴ്ചയൊക്കെ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്കായിരുന്നു, യൂറോപ്പും വീക്കായിരുന്നു. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു, പക്ഷേ വെള്ളിയാഴ്ച വീക്കായിരുന്നു. ഒപ്പം നമ്മൾ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ $3142.4 പെർ ഔൺസ് ആണ് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള സ്പോട്ട് ഗോൾഡിൻ്റെ റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ ജൂൺ ഫ്യൂച്ചേഴ്സ് $3173.6 പെർ ഔൺസ് ആണ്. മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലാണ് റാലി ചെയ്തിട്ടുള്ളൊരു കമോഡിറ്റി. മറ്റ് എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്ററാണ്. അതോടൊപ്പം തന്നെ നാളെയാണ് ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. റെസിപ്രോക്കൽ താരിഫ് അനൗൺസ്മെൻറ്റുകളൊക്കെ വരാൻ പോകുന്നത്. ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. അതേസമയം ട്രംപിൻ്റെ താരിഫ് തന്നെയാണ് ഗ്ലോബലി വലിയ രീതിയിലുള്ള വോളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അമേരിക്കയിലെ താരിഫ് സ്ട്രക്ചറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അമേരിക്കനെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇപ്പോൾ അവർ നമ്മുടെ നിന്ന് ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലോബൽ കൺട്രികളിൽ നിന്നുള്ള ഇമ്പോർട്ട് താരിഫ് അമേരിക്ക ചാർജ് ചെയ്യുന്നത് 2.4%. 1891 25.5% 1899 29.3% 1933 19.8%. അതേസമയം 2009 1.4%, 2012 1.3%, 2017 1.4%. ഈ ലെവലിലാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സുകളിന്മേലുള്ള താരിഫ് ഈടാക്കിയിരുന്നത്. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ കാലത്തൊക്കെ വളരെ കുറവ് താരിഫ് മാത്രമേ അമേരിക്ക ഇമ്പോസ് ചെയ്തിരുന്നുള്ളൂ. അതേസമയം ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്ന പോലെ നമ്മൾ താരിഫ് കിങ്ങുകൾ തന്നെയാണ്. അറൗണ്ട് 30% ആണ് ആവറേജ് നമ്മുടെ താരിഫ് വരുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയിൽ ഇപ്രാവശ്യത്തെ താരിഫ് ഹൈക്ക് വളരെ സ്റ്റീപ്പായിരിക്കും. ഒരുപക്ഷെ 35% വരെയൊക്കെ ഉയർന്നേക്കാമെന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. നാളെ വൈകുന്നേരം 3 മണിക്ക് ആണ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ താരിഫ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വോളാറ്റിലിറ്റിയൊക്കെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കണ്ടു കഴിഞ്ഞു. ഇനിയും താരിഫ് അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷം വോളാറ്റിലിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. ആ താരിഫിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചായിരിക്കാം അതാത് സെക്ടറുകളിൽ താരിഫിൻ്റെ മാർക്കറ്റ് വോളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ളത് Q4 ആനുവൽ റിസൾട്ടുകൾ, അതുപോലെ തന്നെ പൊതുവെയുള്ള കോർപ്പറേറ്റ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓവറോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് PLI സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും PG ഇലക്ട്രോപ്ലാസ്റ്റ്, ഡിക്സൺ, സിർമാസ്, GS, സാൻ, DLM, EPAC ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്ററുകൾക്ക് അനുകൂലമായിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഡാറ്റാ സെൻറ്റർ കപ്പാസിറ്റി എക്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളൊക്കെ വളരെയധികം താഴെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറവ് ഡാറ്റാ സെൻറ്റേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ഈ സെക്ടറിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ക്വാഡ്രൻറ്റ് ഫീച്ചർ ടെക് റെയിൽവേ റിലേറ്റഡ് കമ്പനിക്ക് ഒരു കവച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് റെയിൽടെല്ലിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ HAL 62,000 കോടി രൂപ വരെ 156 ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകൾ ഡിഫൻസിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ്. BEL, HAL, അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ധാരാളം ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു.
വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷങ്ങളിൽ അവരുടെ പെർഫോമൻസിനുള്ള ഓർഡേഴ്സൊക്കെ കയ്യിലുണ്ട്. ഇത് പൊതുവേ ഈ സെക്ടറിൽ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ സ്മോൾ മോഡുലർ റിയാക്ടർ രംഗത്ത് അമേരിക്കൻ കമ്പനിയായ ഹോൾടെക്കിന് ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ടൈപ്പിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. L&T ടാറ്റ ഗ്രൂപ്പായിട്ടാണ്. L&Tനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സ്മാർട്ട് മീറ്ററിംഗ് രംഗത്ത് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആണെന്നാണ് പറയുന്നത്. 2026 ഏപ്രിൽ 25 കോടി സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. ആദ്യം അത് 2025 ആയിരുന്നു. പക്ഷേ അവൈലബിലിറ്റി കുറവാണ്. അതോടൊപ്പം തന്നെ കമ്പനികൾ വലിയ രീതിയിൽ കാപ്പെക്സ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ നീണ്ടുപോയേക്കാം. ഗ്ലോബൽ ആവറേജ് 43%, അതേസമയം US 73%, ജപ്പാനിൽ 100% പവർ റീഡിങ്ങൊക്കെ സ്മാർട്ട് മീറ്ററിൽ കൂടെയാണ്. ഇന്ത്യയിൽ 6-7% ഉള്ളൂ. തീർച്ചയായിട്ടും ജനസ് ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പക്ഷേ വളരെ സ്ലോ മൂവിങ് ആണ് ഈ സെഗ്മെൻറ്റിൽ നടക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ മാർച്ച് മാസത്തിലത്തെ ശല്യം നോക്കുകയാണെങ്കിൽ 3973 കോടിയേ ഉള്ളൂ. അവസാനത്തെ ആഴ്ചകളിൽ വലിയ രീതിയിലുള്ള ബയേഴ്സ് ആയിരുന്നു. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് അവസാനത്തെ ആഴ്ചകളിൽ ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. അതേസമയം ചൈനയിൽ ഔട്ട്ഫ്ലോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയിൽ നിന്നൊരു റൊട്ടേഷൻ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആരംഭിച്ചിരിക്കുന്നു എന്ന ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. HBL എഞ്ചിനീയറിങ്ങിന് വീണ്ടും ഒരു കവചിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 500 കോടി രൂപയുടെ ഓർഡറാണ് HBLന് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ന്യൂസൊക്കെ HBLനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ആസ്റ്റർ DM കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഡെലിവറി ബേസ്ഡ് ബൈ നടന്നിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അവരുടെ മെർജർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിൽ മെർജർ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്റ്റർ DM ഇന്ത്യയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിനായിട്ട് മാറും. ആസ്റ്റർ DMനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ വേദാന്തയുടെ ഡീമർച്ചർ അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ റെക്കോർഡ് ഡേറ്റൊക്കെ വന്നേക്കാമെന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വോഡാഫോൺ ഐഡിയയുടെ സ്പെക്ട്രം ഡ്യൂസ് ഗവൺമെൻറ് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് വോഡാഫോൺ ഐഡിയയിൽ 48.99% ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ഗവൺമെൻറ് ഒരുപക്ഷെ എന്തെങ്കിലും പ്ലാനുകൾ മനസ്സിലുണ്ടായേക്കാം. BSNL ആയിട്ട് റിവേഴ്സ് മെർജർ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഇക്വിറ്റി ഹോൾഡിംഗ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വോഡാഫോൺ ഐഡിയയിലുള്ളത്. 2024-25 ധനകാര്യ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് നേട്ടമുണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കുകൾ മസഗൺ ഡോക്ക്, ദീപക് ഫെർട്ടിലൈസർ, ഗാർഡൻ ട്രീ സ്ട്രീറ്റ് ബിൽഡേഴ്സ്, ആംബർ എൻ്റർപ്രൈസസ്, Paytm ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളാണ്. അതേസമയം ഏറ്റവും കൂടുതൽ ലോസസ് വന്നിട്ടുള്ളത് മേജർ സ്റ്റോക്കുകൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് 56.6% മൈനസ്, അഡാനി ഗ്രീൻ 47.7% മൈനസ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെയാണ്. ഒരുപക്ഷെ ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു റിക്കവറി കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് മേജർ ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസൊക്കെ ഉണ്ട്. DCM ശ്രീറാം ലിമിറ്റഡ് അവർ കോസ്റ്റിക് സോഡ ഫ്ലേക്ക് പ്ലാന്റ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്ലാന്റ് ആണ്. കോസ്റ്റിക് സോഡ ഫ്ലേക്ക് എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് ഫോർമാറ്റിലല്ല, മറിച്ച് ഒരു സോളിഡ് ഫോർമാറ്റിലുള്ള കോസ്റ്റിംഗ് സോഡയാണ്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് പ്ലാന്റ് ആണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിന്, ടെക്സ്റ്റൈൽ ഇത്തരത്തിലുള്ള പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. DCM ശ്രീറാം ലിമിറ്റഡിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ന്യൂസ് പോസിറ്റീവാണ്. കേസ് കോർപ്പറേഷൻ്റെ ഡീമർജർ റെക്കോർഡ് ഡേറ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നേക്കാം. ഒരു ഷെയർ 3 ഷെയറായിട്ടാണ് കൺവേർട്ട് ചെയ്ത് പോകാൻ പോകുന്നത്. ഡിജിറ്റൈഡ് സൊല്യൂഷൻസ് ലിമിറ്റഡ്, ഡിജിറ്റൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, ബ്ലൂ സ്പ്രിംഗ് എൻ്റർപ്രൈസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതോടെ തന്നെ എക്സിസ്റ്റിംഗ് കേസ് കോർപ്പ്, മാൻ പവർ മാനേജ്മെൻറ്റ്, ഈ 3 സെഗ്മെൻ്റായിട്ട് ഡീമർജർ വരെയാണ്. 100 ഷെയറുള്ള ഇൻവെസ്റ്റേഴ്സിന് മറ്റ് 2 കമ്പനികളിലും 100 ഷെയർ വെച്ചിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്.
ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രൈം വാൽസയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ കമ്പനികൾ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. HIL ലിമിറ്റഡ്, അതിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്, CK ബിർള ഗ്രൂപ്പ് കമ്പനിയാണ്. ബിർള ന്യൂ എന്ന് പറയുന്നതാണ് പുതിയ പേര്. വലിയ ഹൈ എൻഡ് ക്വാളിറ്റി ഇൻറ്റീരിയർ ഡെക്കറേഷൻ അതുപോലെ തന്നെ ബിൽഡിംഗ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഇക്വിറ്റി ക്യാപിറ്റൽ വളരെ കുറവേ ഉള്ളൂ, 7.57 കോടി മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും മാർക്കറ്റ് ഡൗൺവേർഡ് വരുന്ന സമയങ്ങളിൽ ലോങ് ടൈമിലേക്ക് വാങ്ങാൻ പറ്റിയൊരു സ്റ്റോക്കാണ് HIL ലിമിറ്റഡ്. മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും ഗ്ലോബൽ ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യൂ മനസ്സിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും. വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മുടെ നിഫ്റ്റിയും സെൻസസും നോക്കുകയാണെങ്കിൽ വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു പക്ഷേ 22,800 23,000 നിഫ്റ്റി താന്നേക്കാം. അതേസമയം നാളെ താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഹാർഷ് മെഷേഴ്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ നിഫ്റ്റി 23,800 24,000 24,250 ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് 22,800 24,000 ആണ്. അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ എൻട്രി ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മുംബൈയിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. മഹാരാഷ്ട്ര ഗവൺമെൻറ് റെഡി റെക്കണഡ് റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. പല സിറ്റികളിലും 10% വരെയൊക്കെ ഉയർന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. റെഡി റെക്കണഡ് റേറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ടാക്സിനും ലാൻഡ് വാല്യുവേഷനും ഉപകരിക്കുന്ന ഒരു റേറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രോപ്പർട്ടി പ്രൈസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് പൊതുവെ റിയൽ എസ്റ്റേറ്റിന് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകളാണ് വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. അതേസമയം ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നല്ല പ്രോഫിറ്റ് ആയിരിക്കുന്ന ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് ടു മീഡിയം ഇൻവെസ്റ്റേഴ്സിന് അറ്റ് എവരി റൈസിൽ കുറച്ചൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇത്തരത്തിലുള്ളൊരു അപ്വേർഡ് മൊമെൻറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിയാക്ഷനൊക്കെ വരാറുണ്ട്. ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റിയാക്ഷനൊക്കെ കണ്ടേക്കാം. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.